ബായി കുച്ചാണ്ട് പാപ്പുണ്ടാക്കണമ്മ വയല പൊട്ടിയിട്ട് തങ്കമ്മ പാപ്പുണ്ടാക്കണമ്മ ബായി കുച്ചാണ്ട് പാപ്പുണ്ടാക്കണമ്മ വയല പൊട്ടിയിട്ട് തങ്കമ്മേ പാപ്പുണ്ടാക്കണമ്മ. ഇവിടെ ഞങ്ങൾക്ക് സമാധാനം വേണം, തരുവോ? ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമുണ്ട്, സന്മനസ്സില്ലെങ്കിൽ സമാധാനമില്ല. ഓ ചോറ് ചോദിച്ചപ്പോ അമ്മ കീറ് തന്നമ്മോ. ഓ ഓ സകല വളെ വെള്ളം എടുത്തുണ്ടോ ഡാഡിക്ക്? അമ്മ ഡാഡിക്ക് ഇത്തിരി വെള്ളം അമ്മ. നിന്റെ അടുത്ത് പറഞ്ഞാൽ നീ എടുത്ത് വേണം. നിന്റെ പേര് തക്കളി എന്നാണ്, അവളെ പേര് തങ്കോ. ഇപ്പൊ എടുത്തോടാ. ചോറ് ചോദിച്ചപ്പോ കീറ് തന്നമ്മോ എന്റെ അമ്മോ ബായി കൊച്ചാണ്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഈ മിണ്ടായിരിക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാല് ചോറ് തരുമോ? മിണ്ടായിരിക്കാം, തരുമോ? നിങ്ങക്ക് ചോറെന്തിനാ? നിങ്ങളുടെ വയറിന്റെ ഉള്ളിൽ വേറെ സാധനം ഉണ്ടല്ലോ. സംസാരം വേണ്ട, അത് സംസാരം വേണ്ട. മേടിച്ചു തരുന്ന നിങ്ങളുടെ പത്തിന്റെ കാശില്ലല്ലോ. ഞാൻ ഒരു പൊതുപ്രവർത്തനല്ലേ, എന്നോടുള്ള ഇഷ്ടം, എന്നോടുള്ള സ്നേഹം, എന്നെ സ്നേഹിക്കണവര് എനിക്കിതൊക്കെ വാങ്ങി പൈസ ഇഷ്ടമല്ല. ഞാൻ കോടീശ്വരനാവൂലേ? തലവഴി ഒഴിക്കാൻ വേണ്ടത് കുടുംബത്തിനോട് സ്നേഹം തോന്നിയാസം നടക്കണം. അയ്യോ, എനിക്ക് പിന്നെ സ്നേഹം മുഴുവൻ ഞാൻ നാട്ടുകാരോടല്ലേ സ്നേഹം. അതെ, നിങ്ങൾക്ക് നിങ്ങളെ നാട്ടുകാരെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഈ നാട്ടുകാരോടാണ് സ്നേഹം. എന്തെങ്കിലും ഒരു കാര്യമായിട്ടൊന്ന് സംസാരിക്കണമെങ്കിൽ ആ മനുഷ്യന് പറ്റൂല. ഓ പിന്നെ ആരുടെ ഇവിടെ സംസാരിക്കാൻ? ഇങ്ങനെ ബോധക്കേടോടുകൂടി സംസാരിക്കും. അതെ, വലിയ സംസാരം വേണ്ട. വലിയ സംസാരം ചോറുണ്ടെങ്കിൽ എടുത്തോണ്ട് വന്ന ചോറ് തിന്നാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്തോ? ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. പറഞ്ഞോ. ഇനി മേലാല് ആ കുടുംബത്ത് പോയിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? അവരവരുടെ കൊച്ചിനെ ദത്തെടുക്കുവോ വളർത്തുവോ ചിലപ്പോ ഇറക്കി വിടുവോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഇവിടെ നിങ്ങൾ ഒരുപാട് അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അവർക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഒരു ഉപദേശി നമുക്കെന്താ അല്ലേ? അതല്ലേ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ പെങ്ങളുടെ കൊച്ചിനെയൊന്നും അല്ലല്ലോ അവിടെ എടുത്തോണ്ട് വന്ന് വളർത്തുന്നത്. ഞാൻ ആലോചിക്കുന്നേ, അവന്റെ കൊച്ചു വരുമ്പോ നിന്നെന്ത് വിളിക്കൂടി? എന്നെ എന്തെങ്കിലും വിളിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്തേലും വിളിച്ചാ എന്തേലും വിളിക്കണ്ടേ? എന്നെ എന്ത് വിളിക്കും? ചീത്ത വിളിക്കുന്നു. ഓ ചീത്ത വിളിച്ച പൊട്ടി ചീത്ത വിളിച്ച അപ്പോഴേ നമ്മള് ഇവിടെ എന്ത് വിളിക്കും? തക്കളി മോളെ ചേച്ചി വിളിക്കും. അവിടെ ചേച്ചി ചേച്ചി തക്കളി ചേച്ചി തക്കളി ചേച്ചി എന്ന് വിളിക്കും. കഴിഞ്ഞോ? സർക്കസ് കഴിഞ്ഞോ? നീ കളിയന്റെ വിശക്കണേ, ചോറുതാ. ചോറ് തരണ്ടല്ലേ എന്റെ സ്വഭാവത്തിലിട്ടാ നിങ്ങള് കുടിക്കണ വെള്ളം കൊണ്ടുവന്നിട്ട്. അയ്യോ ഡാഡി, ഇത് ഇങ്ങനെ എന്തെങ്കിലും ഡാഡി പറയട്ടേ. ഡാഡിക്ക് ഭയങ്കര സന്തോഷം. ഹാപ്പി 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 ഹാപ്പി. ഒരു മാറ്റം കൊണ്ട് തങ്കമ്മേ, എന്റെ തങ്കമ്മേ, തങ്കമ്മേ. ഓ ഓ ഗമ. ചോറ് ചോറും ചോദിച്ചപ്പോ സാമ്പാർ. രസത്തിൽ പച്ചക്കറി കഷ്ണം വീണു. അയ്യോ, സാമ്പാർ മുങ്ങി തപ്പി വെണ്ടയ്ക്ക കഷ്ണം കിട്ടി. നിനക്ക് എന്നോട് എന്തൊക്കെയോ വിരോധമുള്ളതൊക്കെ ഇങ്ങനെ കൊച്ചായിട്ട് എനിക്കറിയാം. ഞാൻ ക്ഷമിച്ചേ, ഞാൻ ഒന്നും പറയില്ല. മീനിലടി ഫിഷ് കടലിലുണ്ട്. ഇവിടെ ആരും ഇല്ലേ? ഹലോ, ആരും ഇല്ലേ? ആരാണ്? ഞങ്ങൾ സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്ന് വരികയാണ്. ഒരു സർവേക്ക് വന്നതാണ് സാർ. എന്തിൻ്റെ സർവേ? ഇവിടെ എത്ര അംഗങ്ങളുണ്ട്,
എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഒരു അഭിപ്രായ സർവേ എടുക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ പേര് സുരേഷ്, ഇത് മീര. ആ നമസ്കാരം. ഞാൻ കനകൻ. ആ. ഞങ്ങളിവിടെ 3 പേരാണ് താമസിക്കും. ഞാനും അമ്മയും വൈഫും. ഇത് അമ്മാവനാ. ഞാനിവിടെ അല്ല കേട്ടോ, എന്റെ വീട് അപ്പുറത്താ. ഞാൻ ഇടയ്ക്ക് വരും. ഇടയ്ക്ക് വന്ന് പോകും, അത്രേ ഉള്ളൂ. അപ്പുറത്ത് കളിക്കില്ല വിട്, ഞാൻ ഒന്ന് പിടിച്ചേടാ. നീ അവിടെ നിന്നോ. ചുമ്മാ ഇരുന്നാ കളിയിലല്ല. ഒരു നിമിഷം